എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. MSMI സന്യാസിനി സഭാംഗമായ സിസ്റ്റർ കൊച്ചു ത്രേസ്യ തൻ്റെ കർമ്മമേഖലയിൽ വ്യത്യസ്തയാണ്. കണ്ണൂർ ജില്ലയിലെ രത്നഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവകാംഗമായ വെള്ളവള്ളിയിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ 7 മക്കളിൽ മൂത്ത ആളായി ജനിച്ച സിസ്റ്റർ കൊച്ചു ത്രേസ്യ വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഈ സമർപ്പിത ദൈവവിളിയിലേക്ക് കടന്നു വന്നത്. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനായി സമർപ്പിച്ച് ഒരു മിഷണറിയായി സേവനം ചെയ്ത ഒരു കാലഘട്ടം സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ പ്രവർത്തന മേഖലയായ ആയുർവേദ വൈദ്യശാസ്ത്ര രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന സിസ്റ്റർ തൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു. മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സിസ്റ്ററിന് സ്നേഹപൂർവ്വം സ്വാഗതം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി ഫൊറോനായുടെ കീഴിലുള്ള മിഡിലാക്കയം രത്നഗിരി ഇടവകയാണ്. അവിടെ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെ പേര് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് രത്നഗിരി. എൻ്റെ വീട്ടുപേര് വെള്ളവള്ളിയിൽ. ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മൂത്ത മകളാണ്. എൻ്റെ പേര് റോസമ്മ എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. എൻ്റെ നേരെ ഇളയ അനുജത്തി സിസ്റ്ററാണ്. MSMI സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചാലക്കുടിയിൽ വർക്ക് ചെയ്യുന്നു. അവളുടെ നേരെ ഇളയ അനുജത്തി സെൻറ്റ് ജോസഫ് ക്ലൂണിയിലാണ് സിസ്റ്ററായിരിക്കുന്നത്. ബാംഗ്ലൂരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ലിസി എന്നാണ് അവളുടെ പേര്. അവളുടെ നേരെ ഇളയ അനുജത്തിയാണ് ലൂസിയ. MSMI തന്നെ ഇപ്പോൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2 ആൺപിള്ളേരാണ്. മൂത്തവർ അവർ 2 പേരും വിവാഹിതരായി. ഏറ്റവും ഇളയ അനുജത്തിയുടെ കല്യാണവും കഴിഞ്ഞ് എല്ലാവർക്കും മക്കളായിട്ട് ജീവിക്കുന്നു. 7 പേരാണ്. ഞങ്ങൾ 7 പേരാണ് മക്കൾ. സിസ്റ്ററിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ പഠിച്ചത് എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ്. ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് പിള്ളേരെ സ്കൂളിൽ പോകാനായിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നെ അമ്മ വീട്ടിൽ വിട്ട് അവിടെ നിന്ന് പഠിക്കുവാണ് ചെയ്തത്. അങ്ങനെ 3ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്, ചെമ്പേരിയിൽ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി. അപ്പോഴേക്കും ഞങ്ങളുടെ ആ ഇടവകയിൽ നിന്നും ആ പ്രദേശത്തു നിന്നും പിന്നെ സ്കൂളിൽ പോകാൻ പിള്ളേർ ഒക്കെ വീടുകളൊക്കെ ആയി പിള്ളേരൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പോകുമായിരുന്നു. അപ്പം 1 തൊട്ട് 3 വരെയുള്ള കാലഘട്ടങ്ങളിൽ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. എൻ്റെ അമ്മ വീട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ പോയി ചോറ് വീട്ടിൽ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അമ്മായിയൊക്കെ സഹായിക്കുമായിരുന്നു. അച്ചാച്ചനെയും അമ്മായിയൊക്കെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാൻ പോയപ്പം വലിയൊരു പുഴയുണ്ട്. പുഴയിൽ കുളിക്കാൻ പോയി വലിയ വെള്ളം വന്നു. ആ വെള്ളത്തിൽ ഞാൻ ഒഴുകിപ്പോയി. ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നേരം ഒഴുകിപ്പോയപ്പോൾ അമ്മായി വളരെ പേടിച്ചു പോയി. പക്ഷേ എനിക്ക് ഒരു കല്ലോറുവഞ്ചിയെ പിടുത്തം കിട്ടി. അങ്ങനെ ഞാൻ അവിടെ കല്ലോറുവഞ്ചിയിൽ പിടിച്ച് കിടന്നപ്പോൾ അമ്മായി വന്ന് എന്നെ എടുത്തുകൊണ്ട് പോന്നു. അങ്ങനെ ഒരു ചെറിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ദൈവം രക്ഷിച്ചു. അതിനുശേഷം പിന്നെ ഒരിക്കൽ അമ്മായിയെ വീട്ടിലെല്ലാവരെയും ഇങ്ങനെ സഹായിക്കുക എന്നുള്ളതിൻ്റെ ഒരു അങ്ങനെ എനിക്ക് മനസ്സിൽ തോന്നുമായിരുന്നു. അങ്ങനെ വീട്ടിൽ വരുന്ന പാടെ എല്ലാ ജോലിയിലും ഏർപ്പെടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചാണകം വാരി അമ്മായിയെ സഹായിക്കാൻ പോയാൽ ചാണകം വാരി കുഴിയിലിട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ കുഴിയിലേക്ക് ഞാനും കൂടെ വീണുപോയി. അങ്ങനെ മൊത്തം ചാണകത്തിൽ കുളിച്ചിങ്ങനെ ഇരിക്കുമ്പം അവിടെ ഒന്ന് കുറച്ച് കരയാൻ നോക്കുമ്പം കരയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ കാണാതെ ആയപ്പോഴത്തേക്കും അവരിറങ്ങി വന്നു. വീട്ടിൽ അമ്മയും കൂടെ ഇറങ്ങി വന്നു.
അന്നേരമാണ് ഞാൻ ചാണകം വാരിയെന്നുള്ളത് അവരറിയുന്നത് തന്നെ. എന്നിട്ട് വന്ന് എന്നെ അവിടെ നിന്നും പിന്നെ അന്നേരത്തേക്കും ചാണകക്കുട്ടി വീണെന്ന് കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഇളയ അമ്മാവന്മാരിൽ ഇളയ അമ്മച്ചിയുടെ ആങ്ങള വന്ന് എന്നെ ആ പിന്നെ കുഴിയിൽ നിന്നും എടുത്ത് കയറ്റി. അങ്ങനെ അവിടെ ഒന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ വീട്ടിൽ ആടിനെ മേയ്ക്കൽ, ചെറുപ്പകാലത്തിൽ ആടിനെ മേയ്ക്കലൊക്കെ എൻ്റെ ഒരു ചെറുപ്പകാലത്തിലെ ഒരു ജോലിയൊക്കെ ആയിരുന്നു അന്ന്. അതെല്ലാം കഴിഞ്ഞ് 3ാം ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും സ്കൂളിൽ 3ൽ നിന്നും 4ലോട്ട് ജയിച്ചപ്പോൾ എന്നെ കൊണ്ടുവന്ന് പിന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ ചെമ്പേരി സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തു. അവിടെ ചേർത്ത് ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പോകുന്ന ആ കാലഘട്ടങ്ങളിൽ 1 വർഷം അവിടെ പഠിച്ചു. പക്ഷേ ആ 1 വർഷം കഴിയാറായപ്പോഴത്തേക്കും എൻ്റെ ചാച്ചന് സുഖമില്ലെന്നായി, അമ്മയ്ക്കും വലിയ സുഖമില്ലെന്നായി. ഇളയ ആങ്ങളമാരിൽ മൂത്ത മോനുണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവനെ നോക്കാൻ വേണ്ടി എന്നോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. അവനെ നോക്കാനും അപ്പം ചാച്ചനും അമ്മയ്ക്കും വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവർ പറമ്പിൽ പണിയെടുക്കും, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും എനിക്കൊരു 10 വയസ്സ് പ്രായമായി. അപ്പം 4ൽ നിന്നും 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ പഠിത്തം നിർത്തി. ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ പഠിത്തം നിർത്തി. എന്നോട് അന്നേരം പറഞ്ഞിരുന്നു 1 വർഷം കഴിയുമ്പോൾ സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും ചാച്ചനൊക്കെ ഇരുന്ന് അതൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ടു. ഇനി വീട്ടിലെ പണിയൊക്കെ ചെയ്യാറായി, ഇനി അവളെ പുള്ളിക്കൊടുത്ത് വിടണ്ട എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കോൺവെൻറ്റിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതായത് പള്ളിയിൽ പോകണം, അങ്ങനെയുള്ള പള്ളിയിൽ പോകണം, ഈശോയുടെ അടുത്തായിരിക്കണം, അങ്ങനെയുള്ളൊരാഗ്രഹം. അത് കഴിഞ്ഞതിന് ആ കാലഘട്ടത്തിൽ തന്നെയാണ് എൻ്റെ ചാച്ചൻ്റെ പെങ്ങൾ MSMI കോൺവെൻറ്റിൽ സിസ്റ്ററായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് അങ്ങനെ ചേച്ചി ആ ആൻറ്റിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പോകണമെന്നൊരു വലിയൊരു ആഗ്രഹവും വരികയും അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഇവരെന്നെ സ്കൂളിൽ വിടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം, വീട്ടിൽ നിന്ന് അമ്മച്ചിയും ചാച്ചനും സ്കൂളിൽ വിടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുകയും ഞാൻ അവരോട് പറഞ്ഞു നോക്കിയപ്പം അവർ വിടില്ല. അങ്ങനെ ഞാൻ ആൻറ്റിയെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പം ആൻറ്റിയും പറഞ്ഞിട്ടൊന്നും ചാച്ചനൊന്നും പറയുന്നില്ല. അമ്മയും ചാച്ചനും വിടുന്നില്ല എന്നുള്ള ആ തീരുമാനത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചാച്ചൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നു. അത് വെട്ടിക്കലെ കുഞ്ഞേട്ടനാണ്. അപ്പം ആ പേരപ്പൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പേരപ്പ എന്നെ ഒന്ന് സ്കൂളിൽ വിടാൻ പറയാം. ചാച്ചനും അമ്മയും കേൾക്കാതെയാണ് ഞാൻ പേരപ്പനോട് പറയുന്നത് വിവരം. അപ്പം ചാച്ചനും അമ്മയും കേൾക്കാതെ പറഞ്ഞു കഴിഞ്ഞ് പേരപ്പൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, ഞാൻ എൻ്റെ ജോലിയൊക്കെ ആയിട്ട് ഞാൻ പോയി. അപ്പം ചാച്ചനോട് പേരപ്പൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിള്ളേരെ 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ കാര്യം നോക്കിക്കോളും, അവർ രക്ഷപ്പെടും എന്ന് ചേട്ടൻ പേരപ്പൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചാച്ചനത് കേൾക്കുകയും എങ്ങനെ സ്കൂളിൽ വിടാനായിട്ടുള്ള തീരുമാനം ആവുകയും ചെയ്തു. ആ വർഷം തന്നെ പിന്നെ എന്നെ വീണ്ടും സ്കൂളിൽ വിട്ടു. ഒരു വർഷത്തെ ഗ്യാപ്പ് ഒരു കാലഘട്ടത്തിലുണ്ടായി. അതിനുശേഷം കുടുംബത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജോലി ഞാൻ ചെയ്തിട്ടേ ഞാൻ സ്കൂളിൽ പോകുന്നുള്ളൂ, വീട്ടിലെ പണിയെല്ലാം ചെയ്തോളാം, സ്കൂളിൽ പോകാനായിട്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത്, വീട്ടിലെ മാത്രമല്ല പറമ്പിലെ ജോലികളും അന്ന് ചെയ്യണമായിരുന്നു ഞങ്ങൾക്ക്. അതായത് എല്ലാ സാധനങ്ങളും കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു കർഷക കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ അങ്ങനെ കൃഷി കാര്യങ്ങളിൽ ചാച്ചനും അമ്മയെ സഹായിക്കൽ, പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക, അങ്ങനെ അതിനിടയ്ക്ക് അല്പമൊക്കെ പഠിക്കും അങ്ങനെയൊക്കെ. പക്ഷേ 7ാം ക്ലാസ് വരെ എനിക്കൊരു വിധം പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിന് ശേഷം ആ ഗ്യാപ്പുകളിൽ 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പഠിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായില്ല. ചാച്ചന് സുഖമില്ലെന്ന് മാത്രമല്ല, ലഹരി വെള്ളം കുടിക്കുന്ന ആ ഒരു ഇതിലേക്കും ചാച്ചൻ വന്നു, മദ്യപാനത്തിലേക്ക്. അപ്പോൾ അങ്ങനെ മദ്യപാനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കുടുംബം നോക്കാതെയായപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം പിന്നെ പറമ്പിലെ ജോലികളും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം വന്നു. പിന്നെ സഹോദരിമാർക്കെല്ലാം സ്കൂളിൽ പോകണം. അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സ്കൂളിൽ പോവുകയും അതുപോലെ തന്നെ വീട്ടിൽ വന്ന് എല്ലാ ജോലിയും ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകുന്ന കാലത്ത് 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ തന്നെയായിരുന്നു വീട്ടിലെ റബ്ബർ വെട്ടുന്നതൊക്കെ. ഞങ്ങൾക്ക് ഒരു 400 മരം വെട്ടാനുണ്ടായിരുന്നു. അപ്പം പണിക്കാരെ വിളിച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്കൊന്നും വരാൻ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വെട്ടാൻ തുടങ്ങി. അങ്ങനെ റബ്ബർ വെട്ടി. ചാച്ചൻ്റെ കൂടെ തന്നെയാണ് റബ്ബർ വെട്ടാൻ ഞാൻ പഠിച്ചതും. ചാച്ചന് വെളിച്ചം കാണിക്കാൻ പോയി ഞാനും റബ്ബർ വെട്ടാൻ പഠിച്ചു. അങ്ങനെ റബ്ബർ വെട്ടുമായിരുന്നു. അമ്മച്ചി പാലെടുക്കും. എൻ്റെ അനുജത്തിമാരിൽ 3ാമത്തെ അനുജത്തി വന്നിട്ട് 4ാമത്തെ അനുജത്തിയൊക്കെ വന്ന് എനിക്ക് വെളിച്ചം കാണിച്ചു തരികയും
ഒട്ടുപാൽ പൊളിച്ചവരുമൊക്കെ ചെയ്യുമായിരുന്നു, സഹായിക്കുമായിരുന്നു. അപ്പോൾ ഈ ഓരോ മരത്തിൻ്റെയും ചോട്ടിൽ കൂടെ പോകുമ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ മിഷണറി ആകണേ. അപ്പോഴേ പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ? അതിനുമ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എന്നാലും ഒരു പ്രത്യേക നിയോഗം, ഓരോ മരവും വെട്ടുമ്പം, റബ്ബർ വെട്ടുമ്പം ആ വെട്ടുന്നതിനോടുകൂടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളെ സ്കൂളിൽ വിടാനായിട്ട്, സ്കൂളിൽ വിടും പക്ഷേ ദൂരം പോകേണ്ടതുകൊണ്ട് ശനി ഞായറുമേ പള്ളിയിൽ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ശനി ഞായറും പള്ളിയിൽ പോകാനായിട്ട് ഞങ്ങൾ ഞായറാഴ്ച വിടും, വേദപാഠത്തിനൊക്കെ വിടും, പഠിക്കാനൊക്കെ വിടും. പക്ഷേ ശനിയാഴ്ചയും കൂടെ സ്കൂളിൽ പോകുമ്പോൾ അടുത്ത് പോകണ്ടെന്ന് അമ്മ പറയുമായിരുന്നു. പക്ഷേ ശനിയാഴ്ച പള്ളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പിള്ളേരെ ഞങ്ങൾ ഒന്നിച്ച്. പള്ളി അടുത്തായിരുന്നു? അടുത്തല്ല, 3 മൈൽ നടന്ന് പോകണം. ചെമ്പേരി പള്ളിയിൽ പോകണം. സ്കൂളിൽ പോകാനും ചെമ്പേരി, പള്ളിയിൽ പോകാനും ചെമ്പേരി തന്നെയായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വേദപാഠമൊക്കെ കഴിഞ്ഞ് പിന്നെ നടന്നു വരുമ്പോഴത്തേക്കും സമയം ഒത്തിരി ആകുമായിരുന്നു. പിന്നെ പുഴത്തീരവും കാടും ഒക്കെ ആയിരുന്നു അന്നത്തെ ഞങ്ങളുടെ ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അവിടെ റോഡൊക്കെ ഭയങ്കര പിന്നെ കല്ലും മണ്ണുമൊക്കെ അങ്ങനെയുള്ള റോഡൊക്കെ ആയിരുന്നു. പിന്നെ പുഴയും തോട് കടക്കണം, പുഴ കടന്നു പോകണം. അതിനൊരു തൂക്കുപാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന്. പുഴയ്ക്കൊരു തൂക്കുപാലം, ചെമ്പേരി പാലത്തിനൊരു തൂക്കുപാലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് വേറെ തോടുകളും കടന്നു പോകണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടി അമ്മയോടും ചാച്ചനോടും ഒക്കെ ചോദിച്ചിട്ടാണ് കിടന്നത്. എല്ലാം റെഡിയായിട്ട് കിടന്നു. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ട് വന്ന് അപ്പോൾ അമ്മ പറഞ്ഞു, പള്ളിയിൽ പോകണ്ട ഇന്ന്, പള്ളിയിൽ പോയാൽ നിങ്ങൾ വരുമ്പോഴത്തേക്കും അടുത്ത് പോകും, പിന്നെ ജോലിയൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞു. എന്നാലും പള്ളിയിൽ പോകാനായിട്ട് പൊക്കോട്ടെ നിർബന്ധിച്ച് ചോദിച്ചത് കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ്, ശനിയാഴ്ച. അത് രാത്രി ഒരു 3 മണിയായപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. 3 മണിയാണെന്നുള്ള സമയം അറിയത്തില്ല. ഒന്ന് വാച്ചും ടൈം പീസും ഒന്നും ഞങ്ങൾക്ക് വീട്ടിലില്ല, സമയം അറിയത്തില്ല. എത്ര മണിക്കാണ് കുർബാന? 6 മണിക്ക് കുർബാനയ്ക്ക് കൂടാനാണ് ഞങ്ങൾ പോകുന്നത്. 6 മണി കഴിഞ്ഞ് പിന്നെ 7 മണിക്കും കുർബാനയുണ്ട്. 7 മണി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴത്തേക്കും 9 മണിയാകും വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ പിന്നെ വെയിലാകുന്നതുകൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ 3 മണിയായപ്പോൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇരുട്ടായത്. അപ്പോൾ പേടിയായി, ഞങ്ങൾക്കും പേടിയായി. വീട്ടിൽ ചാച്ചനും അമ്മയും ഭയങ്കര വിഷമിച്ചു, പിള്ളേരെ സമയം നോക്കാതെ വിട്ടല്ലോ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ നടന്നു പോകുമ്പം ഇരുട്ടായപ്പോഴത്തേക്കും എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. കൂടെ എൻ്റെ നേരെ ഇളയൻ ചിത്തിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ജപമാല എടുത്ത് ഉറക്കെ ചെല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ജപമാല ഉറക്കെ ചെല്ലുമ്പം പിന്നെ എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ അനുജത്തി പറഞ്ഞു അവൾക്ക് പേടിയാന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യെ മുറുക്കെ പിടിച്ചോ, ജപമാലയെ മുറുക്കി പിടിച്ചോ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ആ പള്ളിയിൽ ചെന്നപ്പം പള്ളി തുറന്നിട്ടില്ല, നേരം വെളുത്തിട്ടുമില്ല. എന്നിട്ട് ഞങ്ങൾ നടയിലിരുന്ന് ഉറങ്ങി, ഈ പള്ളിയുടെ നടയിലിരുന്ന് ഉറങ്ങി. ഒരു നേരം സാധാരണ പിന്നെ കുരിശുമണി അടിക്കുന്ന സമയമായപ്പോഴത്തേക്കും കപ്പിയാർ വന്ന് കുരിശുമണി അടിച്ച് വാതിൽ തുറക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അന്ന് നേരത്തെ കുർബാന കഴിഞ്ഞ് വന്നു. പിന്നെ ഒരിക്കലും ഞങ്ങളെ രാത്രിയിൽ സമയം നോക്കാതെ വിട്ടിട്ടില്ല. ഞാൻ സിസ്റ്റർ കൊച്ചുത്രസ്യയുടെ ആൻറ്റിയാണ്. ആൻറ്റി എന്ന് പറഞ്ഞാൽ കൊച്ചുത്രസ്യയുടെ ചാച്ചനും ഞാനും ആങ്ങളപെങ്ങും മക്കളാണ്. കൊച്ചുത്രസ്യയുടെ ചാച്ചൻ ചെറുപ്പം തുടങ്ങി എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ അറിവാകുമ്പോൾ എൻ്റെ സ്വന്തം ആങ്ങളയായിട്ടാണ് എനിക്ക് മനസ്സിലായിരുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കല്യാണമൊക്കെ കഴിച്ചു. ആദ്യത്തെ മകളാണ് സിസ്റ്റർ കൊച്ചുത്രസ്യ. മൂത്ത മകളെന്ന നിലയിൽ എല്ലാവർക്കും ഒരു കണ്ണിലുണ്ണിയായിട്ടാണ് വളർന്നത്. ചെറുപ്പം തുടങ്ങിയ ഒരു പ്രത്യേകതയുള്ളത് ഭയങ്കര ചിരിയാണ്, ഉറക്കെ ചിരിക്കുമായിരുന്നു. അത് എല്ലാവർക്കും വളരെ ആകർഷകമായി തോന്നിയിട്ടുണ്ട്. പിന്നെ സിസ്റ്റർ കൊച്ചുത്രസ്യ വളർന്നു വരുന്ന സാഹചര്യം, ഇളയ മക്കൾ 5 പെണ്ണും 2 ആണും. അപ്പോൾ അതിൽ മൂത്തവളായതുകൊണ്ട് ഈ കുട്ടികളെ വളർത്തുന്ന ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അവരെ സ്കൂളിൽ കൊണ്ടുപോകാനും അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും. ഒരു കർഷക കുടുംബമല്ലേ, അപ്പനും അമ്മയും കൃഷിക്കാരാണല്ലോ. അപ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ചെറുപ്പം തുടങ്ങി വളർന്നു വന്നത്. എപ്പോഴും ഒരു മാതൃത്വമാണ് ദർശിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കുട്ടിക്കളിയൊന്നും അധികം കണ്ടിട്ടില്ല. പക്ഷെ ഏത് സമയത്തും
എല്ലാ കാര്യത്തിനും ഒരു ചിരിയാണ്. ചിരിക്കുടുക്കയെന്നൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ സിസ്റ്ററായി കഴിഞ്ഞ് അവധിക്ക് ചെല്ലുമ്പോൾ കുഞ്ഞിച്ചാച്ചൻ്റെ വീട്ടിൽ പോകാതെ ഒരിക്കലും വന്നിട്ടില്ല. അപ്പോൾ ഈ ചെറുതായിരുന്നപ്പോൾ തന്നെ പിള്ളേരെ എല്ലാം മുന്നിൽ മുട്ടുകുത്തി നിർത്തിയും ചെറുതുങ്ങളെ കുരിശ് വരപ്പിക്കുകയും വലിയൊരു ലീഡർ പോലെ ഞങ്ങൾക്ക് തോന്നും. പല പ്രവർത്തനം കാണുമ്പോൾ ഞങ്ങൾ ചിരിക്കുമായിരുന്നു മാറി നിന്ന്. വലിയൊരു ആശാത്തി എന്നൊക്കെ പറയും, വലിയൊരു ആശാത്തി, ഒരു വല്യമ്മ എന്നൊക്കെ ഞങ്ങൾ കളിയാക്കി വിളിക്കും. എന്നാലും അത് ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്ററിൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനാ അന്തരീക്ഷത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ചാച്ചനും അമ്മയും പ്രാർത്ഥിക്കുന്നതാണ്. ചാച്ചന് രാത്രി വൈകുന്നേരം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞ് ഞങ്ങളോട് പറയും തിരി കത്തിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കണമെന്ന്. അങ്ങനെ തിരി കത്തിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഞങ്ങൾ ഉണർന്ന് കാണില്ലായിരിക്കും. അപ്പോൾ ചാച്ചൻ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കും ഈ തിരി കത്തിച്ച്. അമ്മയും ആ കൂട്ടത്തിൽ അവിടെ ഇരുന്ന് പായലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എൻ്റെ അനുജത്തിമാരെയും കൂടെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ദാസൻ്റെ കൂടെ പ്രാർത്ഥിക്കാമെന്ന് തോന്നി. എന്നിട്ട് ഞാൻ രാത്രിയിൽ അവരോട് പറഞ്ഞേച്ച് കിടക്കും നമുക്ക് രാവിലെ ചാച്ചൻ്റെ കൂടത്തിൽ പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ചാച്ചനോട് പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ചാച്ചൻ്റെ കൂടത്തിൽ ഞങ്ങളും കൂടെ കൂടട്ടെ എന്ന് ചോദിച്ചു. കൂടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ ചാച്ചൻ പ്രാർത്ഥിക്കുന്നതോട് ചാച്ചനോട് കൂടെ ചേർന്ന് കർത്താവിൻ്റെ മാലാഖായും പിന്നെ മാതാവിൻ്റെ നോവേനയും ഞങ്ങൾ ഒന്നിച്ച് ചെല്ലാൻ തുടങ്ങി. എത്ര വയസ്സ് മുതൽ? 5ാം ക്ലാസ് പഠിക്കുന്ന തൊട്ടാണ് ഇങ്ങനെ ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാനും അതുപോലെ എൻ്റെ അനുജത്തിമാരെ വേദപാഠം പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ മിഷൻ ലീഗ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട്, ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടായിരുന്നു. നല്ല വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തരുമായിരുന്നു ഞങ്ങൾക്ക് പള്ളിയിൽ നിന്നും മിഷൻ ലീഗ് വഴിയായിട്ട്. അപ്പം വായിച്ച് കൊണ്ടുപോയി കൊടുക്കുക. അപ്പം വായിച്ച് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ കഥയെല്ലാം പറഞ്ഞ് അനുജത്തിമാരെ കേൾപ്പിക്കുമായിരുന്നു. അപ്പം എല്ലാം ബൈബിളും വായിച്ച് അതിനകത്ത് അതും വായിക്കും. അതുപോലെ തന്നെ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഈ കഥകൾ പറഞ്ഞ് അവരെ കഥാരൂപത്തിൽ അവരെ പഠിപ്പിക്കുമായിരുന്നു, അനിയത്തിമാരെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. ഓരോരുത്തരും ഓരോ ജോലി ചെയ്യാൻ. അങ്ങനെ ഓരോരുത്തരും തീർന്നു കഴിയും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും കൂടി പിന്നെ പറമ്പിലെ ജോലികൾക്ക് പോകും അമ്മയുടെ കൊടുത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഉത്തരവാദിത്വമായിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ചാച്ചൻ്റെയും അമ്മയുടെയും കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. പിന്നെ 10ാം ക്ലാസ്സിൽ വന്നപ്പോഴേക്കും എനിക്ക് ശരിക്കും ഒന്നും പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും പഠിക്കാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ ആ കാലഘട്ടങ്ങളിലാണ് സമരം ആരംഭിച്ചത് ഞങ്ങളുടെ സ്കൂളിൽ 1975. അപ്പോൾ 75-ലാണ് എൻ്റെ SLC എഴുതേണ്ട സമയം. അപ്പം ടീച്ചേഴ്സിനെ അനുസരിക്കാത്ത പിള്ളേരായി മാറിയത് കൊണ്ട് ഭയങ്കരമായിട്ട് സ്കൂൾ പ്രശ്നമുണ്ടായി, പഠിക്കാനും സാധിക്കാതെ വന്നു. അങ്ങനെ ഞാൻ SLCക്ക് ആദ്യത്തെ പ്രാവശ്യം തോറ്റു. അങ്ങനെ SLC ആദ്യത്തെ പ്രാവശ്യം തോറ്റു. പഠിക്കാനൊന്നും പുസ്തകമൊന്നും വായിക്കാതെയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ. വീട്ടിലെ ജോലികളുടെ പിന്നെ അനുജത്തിമാരുടെ ഒക്കെ കുഞ്ഞനുജത്തിമാരെയൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ SLCക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് തോറ്റു. അത് കഴിഞ്ഞപ്പം ചാച്ചൻ പറഞ്ഞു വീട്ടിലെ ജോലിയൊക്കെ കാരണമല്ലേ കൊച്ചു തോറ്റു പോയാൽ എന്നാൽ ഒന്നും കൂടി പോയി പഠിച്ചോളാൻ പറഞ്ഞ് ഒരു 6 മാസത്തേക്ക് എന്നെ ക്ലാസ്സിൽ വിട്ടു. അങ്ങനെ ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞപ്പം ഞാൻ പോയി പഠിച്ചെങ്കിലും പിന്നെയും ജയിച്ചില്ല. പിന്നെ മാർച്ച് മാസത്തിൽ എഴുതാൻ പറ്റില്ല, സെപ്റ്റംബറിലാണ് എഴുതി. മാർച്ച് മാസത്തിൽ എഴുതാൻ സാധിച്ചില്ല. ഇനി എന്നെ വിടിയാലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതേണ്ട സമയത്ത് പൈസ ഒന്നും കിട്ടിയില്ല. അപ്പം കോൺവെൻറ്റിൽ പോകണമെന്നുള്ള ആഗ്രഹം എനിക്ക് വളരെ നന്നായിട്ടുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്ക് കോൺവെൻറ്റിൽ പോകണമായിരുന്നു. ഞാൻ എന്നിട്ടൊരു കത്തെഴുതി. ആദ്യം ഒരു ക്ലോയിസ്റ്റർ കോൺവെൻറ്റിലേക്കാണ് ആദ്യം പറഞ്ഞിട്ട് കത്തെഴുതിയത്, സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് കണ്ടിട്ട്. അങ്ങനെ ക്ലോയിസ്റ്റർ കോൺവെൻറ്റിലേക്ക് എഴുതി കഴിഞ്ഞപ്പോൾ അവർ വരാൻ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു കത്ത് എനിക്ക് മറുപടി വന്നു കഴിഞ്ഞപ്പം ഞാൻ ചാച്ചനോടും അമ്മയോടൊന്നും പറയാൻ എനിക്ക് പേടിയായതുകൊണ്ട് അവർ വിടുമെന്ന് സംശയമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മായിയോട് പറഞ്ഞു, അമ്മായി ഞാനിങ്ങനെ ഒന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി പറയുകയാണ്, നീ മരിച്ചു പോയെന്ന് വിചാരിക്കണോ, ഞങ്ങൾ എന്നെ ക്ലോയിസ്റ്റർ കോൺവെൻറ്റ് വിടൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ചാച്ചനോടും അമ്മയോടൊന്നും ചോദിച്ചില്ല. ഈ നാട്ടിലുള്ള മഠങ്ങളിൽ എവിടെയെങ്കിലും പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി അങ്ങനെയുള്ള സ്ഥലം പിന്നെ സത്യദീപത്തിലൊക്കെ വായിക്കും. ഞങ്ങളുടെ വീട്ടിൽ സത്യദീപം വരുത്തുമായിരുന്നെന്ന്. അപ്പോൾ ഈ സത്യദീപത്തിനകത്തു നിന്നാണ് ഈ അഡ്രസ്സ് കിട്ടി. ഞാൻ അഡ്രസ്സിൽ വേറെ EMS അമ്മായിയുടെ അഡ്രസ്സ് കണ്ട് എഴുതി നോക്കി.
MSMI പിന്നെ എൻ്റെ ആൻറ്റി ഉണ്ടല്ലോ അവിടെ. അപ്പോൾ എൻ്റെ MSMI സഭയിലേക്ക് ഞാൻ എഴുതി കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ഏപ്രിൽ 20-ാം തീയതി ഇൻ്റർവ്യൂവിന് പോയി. 76 ആണ് അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ SLC ജയിച്ചാൽ മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് വന്നു. SLC ജയിച്ചാൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ 2-ാം പ്രാവശ്യം തോറ്റു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത്. അപ്പം SLC ജയിക്കാൻ വേണ്ടി വീണ്ടും പഠനം വീട്ടിലോട്ട് ചോദിച്ചു, പഠിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം കോൺവെൻറ്റിൽ പോകാൻ നിർബന്ധമാണെങ്കിൽ നീ പോയി പഠിക്കാൻ പറഞ്ഞ് പിന്നെയും വിട്ടെന്നെ. അപ്പോൾ എൻ്റെ ഇളയ അനിയത്തിമാരും ആങ്ങളമാരും ഒക്കെ പഠിക്കുന്നുണ്ട്, നേരെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയവർ. അങ്ങനെ ഞാൻ സ്കൂളിൽ വീണ്ടും പോയി പഠിച്ചപ്പോൾ ആ പ്രാവശ്യവും തോറ്റു. 3-ാം പ്രാവശ്യം വീട്ടിലെ പണിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്, അന്നേരവും തോറ്റു. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇനി ഒരു രക്ഷയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോൺവെൻറ്റിലേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്. എന്നെ കോൺവെൻറ്റ് ചേർക്കുകയില്ല, ഇത് SLC പാസ്സാകാതെ ചേർക്കില്ല എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് വീണ്ടും ഒന്നുകൂടി ചോദിച്ചു, ചാച്ചാ ഞാൻ ഒന്നും കൂടി പരീക്ഷ എഴുതിക്കോട്ടെ, ഇത് ലാസ്റ്റ് ചാൻസാണ്, ഇനി എന്നെ വിടണ്ട. അങ്ങനെ പറഞ്ഞ് വീണ്ടും പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതിയപ്പം ഞാൻ ഒത്തിരി വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ പുസ്തകം ഇരുന്ന് വായിക്കും. പക്ഷേ രാത്രി പഠിച്ചാലൊന്നും എനിക്ക് ഒന്നും എൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ലായിരുന്നു. പിന്നെ ദൈവം പ്രത്യേകമായിട്ട് കൃപ തന്ന SLCക്ക് കൃത്യമാർക്കിന് ഞാൻ അന്നേരം പാസ്സായതിന് ശേഷം ഞാൻ കോൺവെൻറ്റിലേക്ക് കത്തെഴുതി. MSMIയിലേക്ക് തന്നെ ഇനി ഞാൻ കോൺവെൻറ്റ് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് എടുത്ത് കൊടുത്തപ്പോൾ എനിക്ക് പനിയുള്ള സമയത്താണ്, അതൊന്നും നോക്കിയൊന്നുമില്ല, പനിയുള്ള സമയത്താണ് ടെസ്റ്റ് നോക്കിയത്. അപ്പോൾ ടെസ്റ്റ് എടുത്ത് അതെല്ലാം കൂടെ അയച്ചു കൊടുത്ത് കഴിഞ്ഞ് പറഞ്ഞ് ESR കൂടുതലാണ്, അതുകൊണ്ട് കോൺവെൻറ്റിൽ എടുക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും മറുപടി വന്നു. അപ്പോൾ അങ്ങനെ മറുപടി വന്നു കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിൽ വളരെ ഒത്തിരി കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെരുവണ്ണാമൂഴിയിൽ അന്ന് ഫാദർ അഗസ്റ്റിൻ തുരുത്തിമരത്തിൽ അന്നത്തെ വികാരിയച്ഛൻ, ആ അച്ഛൻ ഞങ്ങളുടെ ചെമ്പേരി ഇടവകയിലെ അച്ഛനായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്നതാണ്. അപ്പോൾ അച്ഛനോട് ഞാനൊരു കത്തെഴുതി പറഞ്ഞു, അച്ഛാ ഇങ്ങനെ കോൺവെൻറ്റ് ചേരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ പറഞ്ഞ് ഈ കോൺവെൻറ്റിലേക്ക് കത്തയച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മറുപടി വന്നത്, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു കത്തെഴുതി. വീട്ടിൽ നിന്ന് നേരത്തെ സപ്പോർട്ടായിരുന്നു. വീട്ടിൽ നിന്ന് എനിക്ക് ചാച്ചൻ കോൺവെൻറ്റിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചാച്ചന് കുഴപ്പമൊന്നുമില്ല. അമ്മ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, ഇനി പഠിപ്പിച്ചല്ലോ, ഇത്രയൊക്കെ പഠിപ്പിച്ചില്ല, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നാണ് അമ്മയെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇല്ലില്ല, അന്ന് അവരൊന്നും, ഞാൻ മാത്രമേ അന്ന് സിസ്റ്ററാകാൻ പോരാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഞാൻ പോകുന്നുള്ളൂ, മറ്റവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം ഈ സമയത്താണ് അച്ഛനിങ്ങനെ കത്തെഴുതി കഴിഞ്ഞപ്പം അച്ഛൻ ഈ നമ്മുടെ വർക്കിയച്ഛനോടും അന്ന് ലറ്റീഷ മദറാണ് ഞങ്ങളുടെ ജനറാളമ്മ, ലറ്റീഷ മദറിനോടും അച്ഛൻ പറഞ്ഞു എന്നെ കോൺവെൻറ്റിൽ എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ എനിക്ക് ഒരു കത്തും കൂടി വന്നു, കോൺവെൻറ്റ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് പിന്നെ ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ കോൺവെൻറ്റ് വന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇൻ്റർവ്യൂ നടത്തി. അതിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ നിങ്ങൾ തരുമായിരുന്നു, അതൊക്കെ പൂരിപ്പിച്ച് കൊടുത്ത് സാധനമൊക്കെ മേടിക്കാൻ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അങ്ങനെ ജൂലൈ 3-ാം തീയതിയാണ് MSMI കോൺവെൻറ്റിലേക്ക് 1977 ജൂലൈ 3-നാണ് കോൺവെൻറ്റ് ചേർന്നത്. അങ്ങനെ കോൺവെൻറ്റ് ചേർന്ന് അന്നോട്ട് വളരെ സന്തോഷമായിട്ട് എനിക്ക് കോൺവെൻറ്റിലോട്ട് ഉള്ള എൻ്റെ വരവ് ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച പോലെയാണ് എനിക്കന്ന് തോന്നിയത്. അത്രയും ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ടാണ് എനിക്ക് MSMI സഭയിൽ ചേരാനായിട്ട് സാധിച്ചത്.